ഹലോ, അപ്പോൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ ഗെയിം ലൂട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു കൺട്രോളറാണ് PS5-ൻ്റെ. അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം, എങ്ങനെയുള്ള കണ്ടീഷനിലാണ്. അപ്പോൾ ഇതാണ് എനിക്ക് വന്ന പാക്കേജിങ്. അത്യാവശ്യം നല്ല പാക്കേജിങ്ങാണ്. ഞാൻ ഈ കൺട്രോളർ ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറച്ച് ക്രെഡിറ്റ് പോയിൻറ്റ്സ് ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയായിരുന്നു. ഞാൻ കുറച്ച് ഗെയിംസൊക്കെ ട്രേഡ് ചെയ്തായിരുന്നു. അപ്പോൾ അതിനുള്ള കോമ്പൻസേഷനായിട്ട് എനിക്ക് കുറച്ച് വാലറ്റ് പോയിൻറ്റ്സ് തന്നായിരുന്നു. അപ്പോൾ ആ പൈസ വെച്ചിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. യെസ്, ബ്ലാക്ക് കൺട്രോളറാണ് വാങ്ങിച്ചത്. കണ്ടീഷൻ ഓക്കെ. ഇവിടെയൊക്കെ സ്ക്രാച്ചൊക്കെ ഉണ്ട്. R1-ൻ്റെ മേലെ സ്ക്രാച്ച് ഉണ്ട്. അത്യാവശ്യം യൂസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് കേട്ടോ. വേറെ ടിയറൊന്നും കാണുന്നില്ല. ബട്ടൺസൊക്കെ അത്യാവശ്യം കട്ടി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ലൂസായിട്ട് തോന്നിയില്ല. കുറച്ച് ബെറ്ററാണ് ജോയ്സ്റ്റിക്ക് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൺട്രോളിനേക്കാൾ. കാര്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓൾമോസ്റ്റ് ഒരു 1 ഇയർ. ഇപ്പോൾ ഭയങ്കര ലൂസായിട്ടാണ് എൻ്റെ ജോയ്സ്റ്റിക്കൊക്കെ ഇരിക്കുന്നത്. യെസ്, ഇത് വയർ വെച്ചിട്ട് കണക്ട് ചെയ്തു, പെയർ ചെയ്തിട്ടുണ്ട്. സ്പീക്കേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഫീഡ്ബാക്കും ഉണ്ട്. ചാർജ് എന്തൊരു ഹോൾഡ് ചെയ്യുന്ന അറിയില്ല. ബാക്കി എല്ലാം ഓൾമോസ്റ്റ് ലൈക്ക് ന്യൂ പോലെയാണ് ഇരിക്കുന്നത്. ഡ്രിഫ്റ്റൊന്നുമില്ല. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ തന്നെ നിങ്ങൾക്ക് 15 ഡേയ്സിനുള്ളിൽ റീപ്ലേസ് ചെയ്ത് തരും. അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കൂടുതലും ഗെയിം ലൂട്ടിൽ നിന്ന് തന്നെയാണ് സാധനങ്ങൾ വാങ്ങിക്കാറ്. നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഗെയിം ലൂട്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.